നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനങ്ങ് പോവാതെ. എന്താ കുട്ടി? എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മറുപടി തന്നിട്ട് പോയാ മതി. എനിക്ക് ലേശ തിടുക്കമുണ്ട്. ഇത്ര തിടുക്കം എന്താണെന്ന് എനിക്കറിയാം. എന്താ കുട്ടി ഇത്? എനിക്കും തിരുമേനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാ. എന്താ ഇത്? ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് യഥാർത്ഥ അച്ഛനും അമ്മയും? ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ച അതിന്റെ അമ്മ. ഞാനാ അച്ഛൻ. ഇവർ ഇനി മുതൽ 21 ദിവസത്തേക്ക് പഴയതുപോലെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണം. എന്ത്? എന്തൊക്കെയാ ഈ തിരുമേനി പറയുന്നത്? ഏതച്ഛനും അമ്മയും വന്ന് തിരുമേനി വ്യക്തമായിട്ട് പറയണം. ആ കുഞ്ഞിനെ പ്രസവിച്ചവള് ഉപേക്ഷിച്ചു പോയപ്പോ അതിനെ അന്ന് മുതൽ എടുത്തു വളർത്തിയ ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കുഞ്ഞിനെ പ്രസവിച്ച ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കാർത്തി അതിന്റെ അച്ഛൻ. ഞങ്ങൾ ഒരുമിച്ച് 21 ദിവസം ജീവിക്കണോന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? അത് നിന്റെ മോഹം. അതൊന്നും നടക്കില്ല. അങ്ങനെ വല്ല അവസ്ഥയും വന്നാ നിന്നെ തുണ്ടം തുണ്ടായി അരിഞ്ഞിട്ട് ഞാൻ വല്ല സെൻട്രൽ ജയിലും പോയി കിടക്കും. തിരുമേനി, ഇത്തരം പ്രശ്നപരിഹാരം ഒന്നും പറയരുത്. ഇവളെ കുഞ്ഞിനെ പ്രസവിച്ചവളാ. പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന കാർത്തികിന്റെ ഭാര്യ. ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ ഭർത്താവ് ഒരു അന്യ സ്ത്രീയോടൊപ്പം ഒരുമിച്ച് കഴിയണോന്നൊക്കെ പറഞ്ഞ അതൊക്കെ എവിടുത്തെ ന്യായോ? ആർക്കും കുഞ്ഞിന്റെ അമ്മയാവാം. പക്ഷേ ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷങ്ങൾ മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അതിന്റെ അച്ഛനോടൊപ്പം 21 ദിവസം ഒരുമിച്ച് കഴിയണം. ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല ആപത്ത് വരുത്താൻ പോകുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാവും. ഇതെന്റെ തീരുമാനമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് അറിയിച്ചതാണ്. ഇതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം ഇല്ലേ തിരുമേനി? ഞാൻ പല പ്രാവശ്യം കവടി നിർത്തി നോക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇതിന് ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം ദൈവം നിർദ്ദേശിക്കുന്നില്ല. ഇത് ചെയ്തേ പറ്റൂ. മരിക്കേണ്ടി വന്നാലും ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. മീനാക്ഷി, മനുഷ്യനെ കരയിപ്പിക്കുന്ന ഒരു തീരുമാനം ദൈവം എടുക്കുമെന്ന് എനിക്കൊട്ട് വിശ്വാസമില്ല. എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ പ്രശ്നം നോക്കാൻ ഏൽപ്പിച്ചു. പ്രശ്നത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അയ്യോ തിരുമേനി, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾക്ക് തിരുമേനി 100% വിശ്വാസമാ. തിരുമേനി പറയുന്നതൊന്നും എനിക്ക് തെറ്റാ. അംഗീകരിക്കാൻ പറ്റില്ല. ഇവള് പെട്ടു. ഇവളുടെ ഈ കണ്ണീര് കാണുമ്പോ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ദോഷം വരരുത്. അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ കുടുംബം നശിക്കും.
അട്ടപ്പാടി തിരുമേനിയുടെ ജോത്സ്യം കേരളത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന പോലെ ഞാനും അംഗീകരിക്കുന്നു. എനിക്കത് വിശ്വാസമാണ്. ചെമ്പകമംഗലത്തിന് ദോഷം മാറാൻ, കുടുംബത്തിലെ എല്ലാവരുടെ ആപത്ത് നീങ്ങാൻ മനസ്സിന് ഇഷ്ടമില്ലാത്ത പരിഹാരമാണ് തിരുമേനി പറഞ്ഞതെങ്കിലും ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. മുത്തശ്ശി എന്താ പറഞ്ഞോണ്ട് വരുന്നേ? മൈഥിലി കാർത്തിയോടൊപ്പം 21 ദിവസം ഒരുമിച്ച് ജീവിക്കും. മുത്തശ്ശി, അമ്മേ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. തിരുമേനി ദക്ഷിണ വേണ്ട. ദൈവമേ, എന്നോട് പൊറുക്കണേ. തിരുമേനി അങ്ങനങ്ങ് പോവാതെ. എന്താ കുട്ടി? എനിക്കൊന്ന് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മറുപടി തന്നിട്ട് പോയാ മതി. എനിക്ക് ലേശ തിടുക്കമുണ്ട്. ഇത്ര തിടുക്കം എന്താണെന്ന് എനിക്കറിയാം. എന്താ കുട്ടി ഇത്? എനിക്കും തിരുമേനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാ. എന്താ ഇത്? മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കലാണോ തിരുമേനി ജോത്സ്യം? ഞാൻ പ്രശ്നം വെച്ചപ്പോ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല. മനുഷ്യർക്ക് പലതരം ക്രൈസിസുകൾ വരും. അതിനൊക്കെ ജോത്സ്യത്തിന് പരിഹാര മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു സൊല്യൂഷൻ ആണോ തിരുമേനി പറഞ്ഞത്? അല്ല, അതിപ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. തിരുമേനിക്ക് പറയാനുള്ളതൊന്നും തിരുമേനി പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരാരോ തിരുമേനി കൊണ്ട് പലതും പറയിപ്പിച്ചു. തിരുമേനി ജോത്സ്യനല്ല, കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരാളാണെന്നാ എനിക്ക് തോന്നിയത്. അത് ആരുടെ കൊട്ടേഷനെ തിരുമേനി നടപ്പാക്കിയത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇല്ല തിരുമേനി, എനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോ നമ്മളെക്കാൾ വിവരമുള്ളവരോടാ അത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരങ്ങൾ പൊളിഞ്ഞു പോവും. തിരുമേനി സത്യം പറയും. ആരുടെയോ ഭീഷണിക്ക് വഴങ്ങി തിരുമേനി ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഈ കാര്യം? അത് ചെമ്പകമംഗലത്തിന്റെയും എന്റെയും ഏത് ശത്രുവാ തിരുമേനി ഈ ചുമതല ഏൽപ്പിച്ചത്? എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടുമില്ല. ദയവ് ചെയ്ത് ഇനി എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. തിരുമേനി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.